നമസ്കാരം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങിയിട്ടുണ്ട്. വരുന്ന സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിച്ചിരുന്നു. ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി മരണമടഞ്ഞ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചിരുന്നു. കുംഭമേളയിൽ മരിച്ചവർക്കും രാഷ്ട്രപതി ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. രാജ്യം വികസന പാതയിലാണെന്നും എല്ലാവർക്കും തുല്യ പരിഗണന നൽകണമെന്നും രാഷ്ട്രപതി പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഭവനരഹിതരായ ലക്ഷങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് പദ്ധതി നിരവധി യുവാക്കൾക്ക് ഉപകാരപ്രദമായി എന്നും ദ്രൗപദി മുർമു പറയുന്നുണ്ട്. PM കിസാൻ പദ്ധതിയെയും ആയുഷ്മാൻ ഭാരത് പദ്ധതികളെയും രാഷ്ട്രപതി ഉയർത്തിക്കാട്ടി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അടക്കം വിഷയങ്ങളിൽ സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ ദ്രൗപദി മുർമു വന്ദേ ഭാരത് അടക്കം പുതിയ മോഡൽ ട്രെയിനുകൾ രാജ്യത്തിന്റെ റെയിൽവേ വികസനത്തിൽ നിർണായകമായി എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന എന്നാണ് രാഷ്ട്രപതി പറഞ്ഞത്. ഇന്ത്യൻ ഉടമ ലോകത്തെ 3ാം സമ്പദ് ശക്തിയാകും. മധ്യവർഗത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിനായാണ് യൂണിഫൈഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത്. 3 ഇരട്ടി വേഗത്തിലാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. നികുതി ഭാരം കുറയ്ക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. വനിതാ ശാക്തീകരണത്തിനായാണ് വനിതാ സംവരണ ബില്ല്. എല്ലാ സർക്കാർ പദ്ധതികളും സുതാര്യമാണ്. യുവാക്കൾക്ക് തൊഴിലവസരത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. AI ടെക്നോളജിയിൽ ഇന്ത്യ മുൻപന്തിയിൽ എത്തിയിട്ടുമുണ്ട്. വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാലയങ്ങൾ ശാക്തീകരിക്കപ്പെട്ടു. ബഹിരാകാശ രംഗത്തും നിർണായക നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട്. ഖേലോ ഇന്ത്യ രാജ്യത്തിന്റെ കായിക മേഖലയ്ക്കും ഉണർവായി. വഖഫ് ബില്ല് പുരോഗമനത്തിലേക്കുള്ള പടിക്കെട്ടാണ്. ഒരു രാജ്യം ഒരു ടാക്സ് എന്ന പ്രഖ്യാപനത്തെ GST ശാക്തീകരിച്ചു. ബാങ്കിംഗ് മേഖലയടക്കം വലിയ കുതിപ്പാണ് രാജ്യത്തുണ്ടായത്. ഡിജിറ്റൽ ഇടപാടുകൾ പണവിനിമയ നിരക്ക് കൂട്ടി. UPI ഇടപാടുകൾ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തെ ചെറിയ കടകളിലേക്ക് വരെ എത്തിച്ചു. സൈബർ സുരക്ഷയ്ക്കായി നടപടികൾ സ്വീകരിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളിൽ ശക്തമായ നടപടി. സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിൽ രാജ്യം മുൻപിലാണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ റെയിൽവേ ലൈന് യാഥാർത്ഥ്യമാക്കി. വ്യോമഗതാഗത മേഖലയും വികസിപ്പിച്ചു. വിമാന സർവീസുകളുടെയും വിമാനത്താവളങ്ങളുടെയും എണ്ണം ഇരട്ടിയാക്കി. മെട്രോ നെറ്റ്വർക്കിൽ ഇന്ത്യ 3ാമതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിപ്പാണ് ഉണ്ടായത്. മെഡിക്കൽ ഉപകരണ നിർമ്മാണ രംഗത്ത് തൊഴിലവസരങ്ങളും കൂടി. ഇന്ത്യയിലെ കാർഷിക രംഗത്ത് റെക്കോർഡ് ഉൽപാദനമാണ് ഉണ്ടായത്. ക്ഷീരമേഖലയടക്കം ലോകത്തിന് മാതൃകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട്. കശ്മീർ പുനഃസംഘടന കശ്മീരിന്റെ വികസനത്തിൽ നിർണായകമായിട്ടുണ്ട്. ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സമാധാനപരമായി നടത്താൻ കഴിഞ്ഞു. ഭരണഘടനാ സംരക്ഷണം സർക്കാരിന്റെ പ്രഥമ ദൗത്യം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങളില്ലെന്നും ദ്രൗപദി മുർമു കൂട്ടിച്ചേർത്തിട്ടുണ്ട്.